ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ ഘട്ടം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഭാവി എന്ത് എന്ന ചോദ്യത്തിന് ഇനി മൂന്നാം ലോക മഹായുദ്ധം എന്നാണ് ഉത്തരം. റഷ്യയുടെ എയർബേസുകൾ തകർത്ത ഓപ്പറേഷൻ സ്പൈഡർ വെബിന് പിന്നാലെ റഷ്യയെ വീണ്ടും വിറപ്പിച്ച് വെള്ളത്തിനടിയിലൂടെ സ്ഫോടനം നടത്തി റഷ്യയെ ക്രിമിയയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർത്ത് റഷ്യക്കെതിരെ യുദ്ധത്തിൽ യുക്രൈൻ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ 103 ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ യുക്രൈന്റെ ഉറക്കം കെടുത്തിയ രാത്രിയാണ് കടന്നുപോകുന്നത്. വടക്കൻ യുക്രൈനിലെ ട്രൈലുക്കി നഗരത്തിൽ വ്യാഴാഴ്ച റഷ്യ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. റഷ്യയിലെ വ്യോമതാവളത്തിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയതിന് ഉചിതമായ സമയത്ത് തിരിച്ചടിക്കുമെന്ന് പുടിൻ പറഞ്ഞതായി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കീവിന്റെ അന്തരീക്ഷത്തിൽ 4 മണിക്കൂറോളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയപ്പോൾ ജൂൺ 6 പുലർച്ചെ 1 മണിയോടെ റഷ്യ യുക്രൈനെ ലക്ഷ്യമാക്കി വ്യാപകമായ ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ വിക്ഷേപിച്ചാണ് ആക്രമണം നടത്തിയത്. ബുധനാഴ്ച വ്ളാദിമിർ പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ റഷ്യൻ ഹെവി ബോംബ് വിമാനങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ റഷ്യൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടെങ്കിലും മോസ്കോ തിരിച്ചടിക്കുമെന്ന് പൂർണ്ണമായും പ്രതീക്ഷിച്ചിരുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായ അമേരിക്കയും ശക്തനായ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിട്ടും വകവയ്ക്കാത്ത പൂർണ്ണമായ അർത്ഥത്തിൽ റഷ്യ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ആശങ്കയോടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. യുക്രൈനിലെ വാർത്താ ഏജൻസിയായ RBC ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം 18 മാസത്തോളം നീണ്ടുനിന്ന ആസൂത്രത്തിന്റെ ഫലമായാണ് സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ അഥവാ SBU റഷ്യൻ വ്യോമതാവളത്തിലേക്ക് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. വെള്ളിയാഴ്ചത്തെ റഷ്യൻ ആക്രമണത്തിൽ കീവിലെ സോളമിയാൻസ്കി ജില്ലയിലെ 16 നിലകളുള്ള ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. നിരവധി ജില്ലകളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. ട്രൈലുക്കിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 1 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ യുക്രൈനിലെ കെർസോണിൽ ഭരണനിർവഹണ ഓഫീസുകൾ റഷ്യൻ ബോംബാക്രമണത്തിൽ തകർന്നതിന്റെ ചിത്രങ്ങളും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം 632ാമത്തെ കുട്ടിയെ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നുവെന്നും റഷ്യയുടെ ഭീകരവാദമാണിതെന്നുമായിരുന്നു സെലൻസ്കി പറഞ്ഞത്. ഇതിനൊക്കെ പ്രതികാരമായി യുക്രൈന്റെ സ്റ്റോം ഷാഡോ മിസൈൽ വിക്ഷേപണങ്ങൾ ഉടൻ തന്നെ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുമെന്നാണ് ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയിലെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, വ്യോമതാവളങ്ങൾ, തന്ത്രപരമായ ഗതാഗത കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് യുക്രൈൻ ആഴത്തിലുള്ള മൂർച്ചയേറിയ ആക്രമണങ്ങൾ ശക്തമാക്കുമെന്നും ഇതിനൊക്കെ പ്രതികാരമായി യുക്രൈനിലെ നഗര കേന്ദ്രങ്ങളിൽ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിലുമൊക്കെ കൂടുതൽ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ റഷ്യ നടത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നയതന്ത്രപരമായ ചർച്ചകളുടെ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ തീവ്രമായ സൈനിക ഏറ്റുമുട്ടൽ, കൂടുതൽ സിവിലിയൻ ദുരിതങ്ങൾ, തുടർച്ചയായ ഭൗമരാഷ്ട്രീയ വിഘടനം എന്നിവ തന്നെയാണ് 2025 കാണാനിരിക്കുന്നത്. ഈ സമയം വരെ ലക്ഷക്കണക്കിന് സൈനികരും സിവിലിയന്മാരും 3.7 ദശലക്ഷം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും 6.9 ദശലക്ഷം ആളുകൾ അഭയാർത്ഥികളുമായൊക്കെ യുദ്ധത്തിന്റെ ഫലമായി പലായനം ചെയ്തു. എന്തായാലും റഷ്യയും യുക്രൈനും രണ്ടും കൽപ്പിച്ചാണ്. പുടിനും